എൻ്റെ നാട്ടിൽ നടന്ന ഒരു ചെറിയൊരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എൻ്റെ നാട്ടിലെ ഒരു കുട്ടി, ഒരു വെറും 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന 11-12 വയസ്സായിട്ടുള്ള ഒരു കുട്ടി എൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയിലെ ഉസ്താദിനോട് പോയിട്ട് പറയുന്നു, ഉസ്താദെ, എനിക്കിന്ന് ഇമാമായിട്ട് നിസ്കരിക്കണം. ആദ്യം ഉസ്താദ് കരുതി ഇതൊരു തമാശയാകുമെന്ന്. പക്ഷേ ആ കുട്ടിയുടെ ആത്മവിശ്വാസം കണ്ടപ്പോൾ ഉസ്താദിന് മനസ്സിലായി ഇതൊരു തമാശയല്ല, കാര്യമായിട്ടാണ് കുട്ടി ഇത് പറയുന്നതെന്ന്. ഉസ്താദ് അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ നിസ്കാരം തുടങ്ങുന്ന സമയത്ത് ഏകദേശം 50ഓളം ആളുകളുണ്ടായിരുന്നു. അവിടെ കൂടിയ ആളുകൾക്കൊക്കെ ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു. കാരണം നിസ്കാരത്തിൽ എന്തെങ്കിലും പാകപ്പിഴവ് സംഭവിക്കുമോ എന്നുള്ള ഒരു ആശങ്കയായിരുന്നു. ചെറിയൊരു കുട്ടിയാണല്ലോ ഇമാമായി നിസ്കരിക്കാൻ പോകുന്നത്. സത്യത്തിൽ നിസ്കാരം തുടങ്ങിയപ്പോൾ തന്നെ ആളുകളുടെ ആശങ്ക മാറിക്കിട്ടിയിരുന്നു. കാരണം കുട്ടിയുടെ ഖുർആൻ പാരായണം കേട്ടപ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിന് വല്ലാത്തൊരു കുളിർമയുണ്ടായിരുന്നു. അത്രക്ക് മനോഹരമായിരുന്നു. ഞാൻ ഈ കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിച്ചത് വേറെ ഒന്നുകൊണ്ടുമല്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ പല ക്രൈമുകളും നടക്കാറുണ്ട്. എന്ത് ക്രൈം തന്നെ നടന്നു കഴിഞ്ഞാലും അത് ആരാണോ അതിൽ പ്രതിയായിട്ട് വരുന്നത്, ആ പ്രതിയുടെ മതം നോക്കിയിട്ട് ആ മതത്തിനെ മൊത്തം അടച്ചാക്ഷേപിക്കുന്ന പ്രവണതയാണ് നമ്മൾ കണ്ടുവരാറുള്ളത്. സത്യത്തിൽ ആത്മാർത്ഥമായിട്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് സത്യത്തിൽ ശരിയാണോ? മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, ക്രൈസ്തവനാവട്ടെ, ഈ മതങ്ങളിൽ വിശ്വസിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് തെറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ കഴിയുമോ? അവരെല്ലാം തെറ്റിലേക്ക് അകപ്പെടുന്ന ആളുകളാണോ? സത്യസന്ധമായിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോക്ക് താഴെ കമൻ്റ് അയക്കുക. എൻ്റെ അഭിപ്രായത്തിൽ അത് ഒരിക്കലും സാധ്യമല്ല. എല്ലാ മതവും നമ്മെ പഠിപ്പിക്കുന്നത് തെറ്റ് ചെയ്യാതെ വളരെ സന്മനസ്സോടെ ജീവിക്കുക എന്നുള്ളതാണ് എല്ലാ മതവും പഠിപ്പിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു ക്രൈം നടക്കുമ്പോൾ അത് ഒരു മതത്തെ പഴിചാരിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കിയത് ഇത്ര മാത്രമാണ്. ഇവിടെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ തടയാൻ സാധ്യമാവാത്ത അവസ്ഥ ഇവർക്ക് വരുമ്പോൾ അവർ ഇറക്കുന്ന ഒരു തുറുപ്പ് ചീട്ടാണ് മതങ്ങൾ. അല്ലാതെ ഒരു മതവും മറ്റുള്ളവനെ ആക്രമിക്കണമെന്നോ അല്ലെങ്കിൽ ഈ നാടിന് വിപത്തായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നോ എവിടെയും പറയുന്നില്ല. എല്ലാ മതവും പറയുന്നത് നിങ്ങൾ സ്നേഹത്തോടെ, സമാധാനത്തോടെ, ഐക്യപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് അയക്കുക. അതേപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ആ കുട്ടിയുടെ വീഡിയോ ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയും നിങ്ങൾ കാണാൻ മറക്കരുത്.